എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 263 നാലാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ അഞ്ചാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 25 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് സർഫസ് ഏരിയ ഈസ് 896 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇവിടെ നോക്കിയാൽ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയം അല്ലെ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതിന്റെ വോളിയം എത്രയാണ്? അതായത് ഒരു സ്ക്വയർ പിരമിഡിന്റെ സമചതുര സ്തൂപികയുടെ വോളിയം എത്രയാണ്? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം വോളിയാണ് ചോദിച്ചിട്ടുള്ളത്, സമചതുര സ്തൂപികയാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ എഴുതി വോളിയം. വോളിയം ഇസ് ഈക്വൽ ടു എന്താണ്? 1/3 × a²h അല്ലെ. ഇതാണ് നമ്മുടെ വോളിയം. അപ്പൊ വോളിയം കിട്ടണമെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ വേണം ഇതിൽ. എ അറിയണം, എച്ച് അറിയണം അല്ലെ. അപ്പൊ എ അറിയണം, നമുക്ക് എച്ച് അറിയണം അല്ലെ. ഇത് രണ്ടും നമുക്ക് അറിയണം. അപ്പൊ ഇവിടെ നമുക്ക് എ തന്നിട്ടില്ല അല്ലെ. എ തന്നിട്ടില്ല, അതുപോലെ തന്നെ എച്ചും നമുക്ക് തന്നിട്ടില്ല. ഇത് രണ്ടും നമുക്ക് തന്നിട്ടില്ല അല്ലെ. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്, അതായത് എൽ നമുക്ക് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എ തന്നിട്ടില്ല, എയും എച്ചും ആണ് വേണ്ടത്. എ തന്നിട്ടില്ല, എച്ച് തന്നിട്ടില്ല. എൽ സ്ലാൻഡ് ഹൈറ്റ് അല്ലെ. എൽ നമുക്ക് ചരിവുയരം തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വേണ്ട എയും എച്ചും കണ്ടുപിടിക്കാൻ മറ്റൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് അല്ലെ. അതായത് ആകെ ഉപരിതല പരപ്പളവ് തന്നിട്ടുണ്ട് അല്ലെ. ഇനി അതിൽ നിന്ന് വേണം നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പൊ ആകെ ഉപരിതല പരപ്പളവ് അല്ലെ, ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് TSA ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 896 അത്ര സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയാലോ. എങ്ങനെയാണ്? A² അതായത് പാദത്തിന്റെ പരപ്പളവ് പ്ലസ് 2AL അല്ലെ, അതായത് പാർശ്വമുഖങ്ങളുടെ പരപ്പളവ്. അപ്പൊ A² + 2AL ആണ് 896. കണ്ട. അപ്പൊ ഇവിടെ നോക്കിയാൽ A² നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ A² അറിയില്ല, പ്ലസ് 2AL അല്ലെ, 2A ഇൻറ്റു L നമുക്കറിയാം 25 അല്ലെ. എത്രയാണ്? 896. അതായത് A² പ്ലസ് 2A × 25 എത്രയായി? 2 × 25 50 അല്ലെ. 50. അപ്പൊ 50A = 896. ഇപ്പൊ നോക്കിയാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലെ. A² + 50A = 896. ഇനി നമുക്ക് ഏത് ഓർമ്മ വരണം? നമ്മുടെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ അല്ലെ. അപ്പൊ ആ ചാപ്റ്റർ ഓർമ്മ വരണം. ഇതിൽ നിന്ന് എ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം അല്ലെ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ A² ആണ്, സ്ക്വയർ ആണ്, പ്ലസ് 50A ഇവിടെ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ കംപ്ലീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലെ. ഇവിടെ നോക്കിയാൽ A² പ്ലസ് 50A പ്ലസ് ഇനി ഇവിടെ എന്ത് വേണം? ഇതിന്റെ ശ്രദ്ധിക്കുക, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ അല്ലെ. അപ്പൊ 50ന്റെ പകുതി എത്രയാണ്? 25. 25ന്റെ സ്ക്വയർ ഓർമ്മയില്ലേ? സ്ക്വയർ കംപ്ലീഷൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. = എന്തായിരിക്കും? 896 പ്ലസ് ഇവിടെ നമ്മൾ 25ന്റെ സ്ക്വയർ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെയും നമ്മൾ 25ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെയും നമ്മൾ 25 സ്ക്വയർ ആഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഏത് മാർഗത്തിലൂടെ ചെയ്യാം? ഇവിടെ നോക്കിയാൽ A² പ്ലസ് 50A ഈ 896 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ -896 അല്ലെ, = എന്തായിരിക്കും? 0. ഇനി നമുക്ക് വേറെ മാർഗത്തിൽ ചെയ്യാൻ എന്ത് വേണം? -b അല്ലെ. -b പ്ലസ് ഓർ മൈനസ് √b² - 4AC/2A അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇവിടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? A² അല്ലെ. ഇത് നമുക്ക് A+B² രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ. A² + 2AB + B². അപ്പൊ ഇതിന്റെ റൂട്ട് എത്രയാണ്? A പ്ലസ് ഇതിന്റെ റൂട്ട് എത്രയാണ്? 25² റൂട്ട് 25 അല്ലെ. അപ്പൊ A+25² മനസ്സിലായല്ലോ? = എന്ത് വരും? 896 അല്ലെ. അപ്പൊ 896 പ്ലസ് 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A+25² നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും നോക്കിയാൽ 6 5 11 അല്ല, 1 ബാക്കി 1 1 2 3 9 എത്ര കിട്ടും? 12 അല്ലെ. ബാക്കി 1 6 7 8 15 1521 കിട്ടി. A+25² അല്ലെ. അങ്ങനെയാണെങ്കിൽ A+25 എത്ര കിട്ടും നമുക്ക്? √1521. അപ്പൊ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ മാർഗം? ഇവിടെ നോക്കിയാൽ 1524 4 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നോക്കിയാൽ 3ന്റെ സ്ക്വയർ അല്ലെ, സോറി 30ന്റെ സ്ക്വയർ എത്രയാണ്?
3ന്റെ സ്ക്വയർ 9, 2 ആണെങ്കിൽ 900 അല്ലേ. ഈ 40ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ 16, 1 0 ആണെങ്കിൽ 2 0 അല്ലേ. ഇവിടെ നമുക്ക് സംഖ്യക്ക് 1521 അല്ലേ കിട്ടിയിട്ടുള്ളത്, 1521. അപ്പൊ ഇതിന്റെ ഇടയിലല്ലേ അല്ലേ. ഇനി എന്ത് നോക്കണം? അപ്പൊ നമുക്ക് 30നും 40നും ഇടയിലാണെന്ന് ഉറപ്പായല്ലോ അല്ലെ. 30നും 40നും ഇടയിലായിരിക്കും നമ്മുടെ റൂട്ട് വരുന്നത്. ഇനി നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് അല്ലെ, വൺസിന്റെ സ്ഥാനത്ത് 1 അല്ലേ കിടക്കുന്നത്, 1. ഇപ്പൊ ഏത് രണ്ട് സംഖ്യ കുറിച്ചാൽ നമുക്ക് 1 കിട്ടാം, ഒരേ സംഖ്യകൾ. 1 × 1 അതല്ലെങ്കിൽ 9 × 9 അല്ലെ, 81 അല്ലെ. വൺസിന്റെ സ്ഥാനത്ത് 1 കിട്ടണത് അല്ലെ. അപ്പൊ ഈ രണ്ട് സംഖ്യകളായിരിക്കും. അപ്പൊ ഒന്നുകിൽ എന്തായിരിക്കും? ഒന്നുകിൽ 31 ആയിരിക്കും, അതല്ലെങ്കിൽ 39 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ നമ്മൾ 1521 ആണ് അല്ലെ. 1521 ഏതിന്റെ അടുത്തുള്ള സംഖ്യയാണ്? 1600ന്റെ അടുത്തുള്ള സംഖ്യയാണ് അല്ലെ. വലിയ സംഖ്യയുടെ അടുത്താണ് ഈ സംഖ്യ എടുക്കുന്നത് അല്ലെ, 1521. അപ്പൊ അതായിരിക്കും ഇതിൽ നിന്ന് വലുതെടുക്കാം. 31 39 അല്ലേ. അപ്പൊ നമ്മൾ വലുതിനെ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 39. അപ്പൊ ഇതിന് നമുക്ക് കിട്ടി 39 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര വരും? A = 39 നിന്ന് എന്ത് കുറയ്ക്കണം? +25 അങ്ങോട്ട് പോകുമ്പോൾ -25 = 14. അപ്പൊ 14 സെന്റിമീറ്റർ ആണ് A. ഇനി ഇതിന്റെ റൂട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 1521 അല്ലേ, ആദ്യം എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1 × 5 6, 6 × 8 1 9 അല്ലെ. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുക അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിന് പുറത്തേക്ക് എടുക്കാം. അതറിയാതെ നമ്മൾ പല ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ആ രീതിയിൽ ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, പലർക്കും പല രീതിയാണ് ഇഷ്ടം. അപ്പൊ ഇത് താല്പര്യമുള്ള ഈ രീതിയിൽ ചെയ്യാം, ഇത് എളുപ്പം തോന്നുന്നവർ ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ എങ്ങനെയായാലും നമുക്ക് A എത്ര കിട്ടി? 14 സെന്റിമീറ്ററിന് കിട്ടി. നമുക്ക് A കിട്ടി അല്ലേ. ഇനി H കിട്ടണ്ടേ? H കിട്ടണം അല്ലേ. അപ്പൊ നോക്കിയേ, L അറിയാം, A അറിയാം. അപ്പൊ H കണ്ടുപിടിക്കാലോ. അപ്പൊ H = എന്ത് വരും? ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറയ്ക്കാം അല്ലേ. അപ്പൊ അത് H സ്ക്വയർ. അപ്പൊ H ആണെങ്കിൽ √L² - A/2² അല്ലേ. അപ്പൊ H² = L² - A/2². H കാണണമെങ്കിൽ റൂട്ട് കിട്ടും അല്ലെ. നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ √L², Lന്റെ സ്ക്വയർ എത്രയാണ്? 25, 25ന്റെ സ്ക്വയർ -A/2, 14ന്റെ പകുതി 7, 7². എത്ര കിട്ടും? 25ന്റെ സ്ക്വയർ 625 -7ന്റെ സ്ക്വയർ 7, 49. അതായത് √6 7 5 അല്ലെ, 576 കിട്ടി അല്ലെ. അപ്പൊ H നമുക്ക് എത്ര കിട്ടി? √576 നമുക്കറിയാം അല്ലെ. എത്രയാണ്? 24 അല്ലെ, 24. സംശയമുള്ളവർ എന്ത് ചെയ്യുക? 576 ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അല്ലാണ്ട് അവിടെ ഇങ്ങനെ സമയം ആലോചിച്ച് കളയരുത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2 പ്രാവശ്യം അല്ലെ. 17, 8 × 2 16, ബാക്കി 16, 8. അപ്പൊ 288 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഒരു പ്രാവശ്യം, 4 8 4 പ്രാവശ്യം, വീണ്ടും 4 പ്രാവശ്യം. ഇനി 2 കൊണ്ട് 7 പ്രാവശ്യം, 2 2 പ്രാവശ്യം. ഇനി 2 കൊണ്ട് എത്ര? 3 അല്ലെ, 36. വീണ്ടും 2 കൊണ്ട് 18 അല്ലെ. വീണ്ടും 2 കൊണ്ട് എത്ര കിട്ടും? 9. പിന്നെ 3 കൊണ്ട് 3. അപ്പൊ എന്ത് ചെയ്യണം? ഈ 2ൽ നിന്ന് ഒരു 2ന്റെ പുറത്തേക്ക് എടുക്കുക അല്ലെ. അപ്പൊ 2 × ഈ 2ൽ നിന്ന് ഒരു 2. അപ്പൊ 2 × 2 × ഇതിൽ നിന്ന് ഒരു 2, 2 × ഈ 3ന് ഒരു 3. അപ്പൊ എന്തൊരു 2 × 2 × 2 × 2 അല്ലെ. 2 × 2 4, 4 × 2 8, 8 × 3 24. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. നമുക്കറിയാം 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ് അല്ലെ. 400 ആണ്. 30ന്റെ സ്ക്വയർ എത്രയാണ്? 900 ആണ് അല്ലെ. ഇതിന്റെ ഇടയിലല്ലേ ഇത്. അപ്പൊ ഇതുപോലെ 6 ആണ് അവസാനം വരുന്നത്. അപ്പൊ ഏതായിരിക്കും? ഒന്നുകിൽ 24 ആയിരിക്കും, അല്ലെങ്കിൽ 26 ആയിരിക്കും അല്ലെ. 24 അല്ലെങ്കിൽ 26. കാരണം എപ്പോഴും നമുക്ക് 6 വരുള്ളൂ. അപ്പൊ അതിൽ ഏതാണെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ എങ്ങനെ ആയാലും ഏത് വിധമായാലും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. H കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് H കിട്ടിയാലോ. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം അല്ലെ. V = എന്താണ്? 1/3 A² H = 1/3 × A². ആഡ് വാല്യൂ 14, 14² × H. H നമുക്ക് എത്ര കിട്ടി? 24. ഓക്കെ, 3 24 എത്രയാണ്? 8 പ്രാവശ്യം അല്ലെ. ഇനി നോക്കിയാൽ 14² 196 × 8 എത്ര കിട്ടും? ഒന്ന് ഗുണിച്ച് നോക്കിയേ. 68 അല്ലെ. 1568 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. All edges of a square pyramid are of the same length and its height is 12 cm. What is its volume? അല്ലെ. ഇവിടെ വോളിയം തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ എന്താണ്? ഒരു സമചതുര സ്തൂപിക, അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ അല്ലെ. അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വക്കുകളുടെ എല്ലാ വക്കുകളുടെ നീളം തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എത്ര? വ്യാപ്തം എത്ര? അപ്പൊ നമുക്ക് നോക്കിയാൽ വ്യാപ്തമാണ് അല്ലെ. വോളിയം ഇവിടെ ഇക്വേഷൻ എഴുതാം. വോളിയം = 1/3 A² H. ഏതൊക്കെ വേണം നമുക്ക്? A വേണം, H വേണം അല്ലെ.
അപ്പോൾ ഇവിടെ നമുക്ക് എ നമുക്ക് തന്നിട്ടില്ല. എച്ച് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേതാണ് കിട്ടേണ്ടത് വോളിയം കാണാൻ വേണ്ടിയിട്ട്? എ കണ്ടുപിടിക്കണം അല്ലേ. എ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് നോക്കിയാൽ, ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. അതായത് എല്ലാ വക്കുകളും തുല്യ നീളമാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ എയും എന്താണ് തന്നിട്ടുള്ള കാര്യം? എല്ലാ വക്കുകളും തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് വക്കലുണ്ട്, ഒന്ന് പാദവക്കും ഉണ്ടായിരിക്കും, അത് പാർശ്വവക്കും അല്ലെ, എയും മീയും അല്ലെ. അപ്പൊ എയും മീയും തുല്യമാണ്, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എയും ഇയും ഈക്വൽ. ഇവിടെ നോക്കിയാൽ ഇവിടെ എ അല്ലെ. അപ്പൊ നമുക്ക് ഇക്ക് പകരം എന്ത് വേണമെങ്കിൽ കൊടുക്കാം? എ എന്ന് കൊടുക്കാം അല്ലെ. ഇത് രണ്ട് ഈക്വലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇക്ക് പകരം എ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ എ കണ്ടുപിടിക്കാൻ നോക്കും? നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിൽ നിന്ന് എൽ എന്തായിരിക്കും നോക്കിയാൽ ആദ്യം നമുക്കറിയാം എൽ സ്ക്വയർ അല്ലെ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ അല്ലെ. ഇതാണ് എൽ. ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറയ്ക്കണം. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഇ എന്ന് പറഞ്ഞതും എ എന്ന് പറഞ്ഞതും ഈക്വൽ ആണല്ലോ. ആണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഇക്ക് പകരം എന്ത് കൊടുക്കാം? എ എന്ന് കൊടുത്താലും മതി അല്ലെ, രണ്ട് തുല്യല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഇക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എ എന്ന് കൊടുക്കുന്നു, രണ്ട് തുല്യമായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താവും? എ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ അല്ലെ. അതായത് ഇവിടെ സ്ക്വയർ ഇടാൻ പറഞ്ഞു അല്ലെ. എ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും നമുക്ക്? എ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ. ആദ്യം ഇതിന്റെ സ്ക്വയർ, അപ്പൊ എ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4. ഇനി നോക്കിയേ, എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ മൈനസ് 4 കുറയ്ക്കണം അല്ലേ. അപ്പൊ നമുക്കറിയാം ഇതിങ്ങനെ ഫ്രാക്ഷനുകൾ കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഡിനോമിനേറ്റർ സെയിം ആണോ അല്ലേ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ? സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 4 അല്ലെ, 4 നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്ത് 4 എടുത്തു. അങ്ങനെയാണ് മുകളിൽ എന്ത് വരും? ഇവിടെ നമ്മൾ ഗുണിക്കുക അല്ലേ. അപ്പൊ 4 ഇൻറ്റു എ സ്ക്വയർ 4 എ സ്ക്വയർ മൈനസ് ഇനി ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു എ സ്ക്വയർ അല്ലെ. അപ്പൊ 4 എ സ്ക്വയറിൽ നിന്ന് ഒരു എ സ്ക്വയർ കുറച്ച ബാക്കി എത്ര വരും? 3 എ സ്ക്വയർ. അപ്പൊ നമുക്ക് 3 എ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. ഇതെന്തിന്റെ വാല്യൂ കിട്ടി? എൽ സ്ക്വയർ അല്ലെ. അപ്പൊ എൽ എന്ത് വരും? എൽ ഈസിക്കൽ റൂട്ട് എന്ത് വരും? 3 എ സ്ക്വയർ ബൈ 4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ നോക്കിയാൽ റൂട്ട് 3 അല്ലെ. റൂട്ട് 3 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, റൂട്ട് 3 ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഇനി എ സ്ക്വയറിന് അല്ലെ, റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എ അല്ലെ. എ സ്ക്വയറിന്റെ റൂട്ട് എ ബൈ 4ന്റെ റൂട്ട് എന്താണ്? 2. അപ്പൊ ഇവിടെ എന്ത് നമുക്ക് കിട്ടി? എല്ലിന്റെ വാല്യൂ എത്രയാണ് കിട്ടി? എ ബൈ 2നെ എയുടെ പകുതിയെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എല്ല് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി ഇതിൽ നിന്ന് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എച്ച് കണ്ടുപിടിച്ച് നോക്കാം. എച്ച് സ്ക്വയർ അല്ലെ. എച്ച് സ്ക്വയർ എന്താണ്? എച്ചിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഇതനുസരിച്ച് എച്ചിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. എച്ച് സ്ക്വയർ നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? എൽ സ്ക്വയറിൽ നിന്ന് എ ബൈ 2 ഹോൾ സ്ക്വയർ കുറയ്ക്കണം അല്ലെ. ശ്രദ്ധിച്ചിരിക്കുക, എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതാണ് എച്ച് സ്ക്വയർ അല്ലെ. ഇവിടെ നമുക്ക് നോക്കിയാൽ എല്ലിന്റെ വാല്യൂ എന്തെന്ന് കിട്ടിയത്? റൂട്ട് 3 എ ബൈ 2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എല്ലിന് പകരം എന്ത് കൊടുക്കാം? ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എല്ലിന് പകരം റൂട്ട് 3 എ ബൈ 2 അല്ലെ. അപ്പൊ എൽ സ്ക്വയർ, അപ്പൊ അതിന്റെ സ്ക്വയർ മൈനസ് എ ബൈ 2 അല്ലെ. എ ബൈ 2 തന്നെ, എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതാണ് എച്ച് സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടും നോക്കിയാൽ റൂട്ട് 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 ആണ് നമുക്കറിയാം അല്ലെ. 3 എയുടെ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ ബൈ ഈ 2ന്റെ സ്ക്വയറോ 4 മൈനസ് എയുടെ സ്ക്വയർ എ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4. അപ്പൊ എച്ച് സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടി? 3 എ സ്ക്വയർ ബൈ 4 മൈനസ് എ സ്ക്വയർ ബൈ 4 അല്ലെ. 3 എ സ്ക്വയർ ബൈ 4ൽ നിന്ന് ഒരു എ സ്ക്വയർ ബൈ 4 കുറച്ച് എത്ര വരും? നോക്കിയാൽ നമ്മൾ 3x നിന്ന് 1x കുറച്ച് എത്ര വരും? 2x വരും അല്ലെ. അതുപോലെ നോക്കിയാൽ 3 എ സ്ക്വയർ ബൈ 4 ഉണ്ട്, ഇവിടെ ഒരു എ സ്ക്വയർ ബൈ 4 ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഇത് കുറച്ച് എന്ത് വരും? 2 എ സ്ക്വയർ ബൈ 4 അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എ സ്ക്വയർ ബൈ 4. അതായത് ഇവിടെ നോക്കിയാൽ 2 അല്ലെ 4 2 4 2 പ്രാവശ്യം നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ബൈ 2. അപ്പൊ ഇവിടെ നമുക്ക് എച്ച് സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി അല്ലെ. എച്ച് സ്ക്വയർ എത്ര? എന്നൊക്കെ എച്ചിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. നമ്മൾ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ എടുത്തത് അല്ലെ. അപ്പൊ എയും എച്ചും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തി അല്ലെ. അതായത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എനെയും എച്ചിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി അല്ലെ. ഇത് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇത് നമുക്ക് നോക്കിയാൽ എച്ച് അല്ലെ, എച്ചിന്റെ വാല്യൂ നമുക്കറിയാം 12 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 12 സ്ക്വയറിന് എഴുതാം. സീക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ ബൈ 2 അല്ലെ. ഇനി 12ന്റെ സ്ക്വയർ എത്രയാണ്?
144 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? 144 ഇൻറ്റു 2 അല്ലേ, അതായത് 288. ക്രോസ് ചെയ്ത് ഗുണിച്ചു. നമുക്ക് എ സ്ക്വയർ കിട്ടി. ഞാൻ കണ്ടുപിടിക്കണോ? എ കണ്ടുപിടിക്കേണ്ട. എന്താണ് കാരണം? നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വോളിയത്തിന്റെ ഇക്വേഷൻ 1/3 എ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ എ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അതിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, നേരെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ 288. കണ്ട, 288 ഇൻറ്റു എച്ച് നമുക്കറിയാം 12. അപ്പം 3 12 4 3 12. അപ്പം നമുക്ക് എന്താ കിട്ടും നോക്കിയാൽ 4 × 8 32 അല്ലേ, 32 ബാക്കി 3 4 8 32 3 35 അല്ലേ, ബാക്കി 3 ഉണ്ട്. ഈ 4 × 2 8 8 3 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1152 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ സാധാരണ ഈ രീതിയിലുള്ള ചോദ്യം SLC പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി പോവുക. മനസ്സിലായല്ലോ, സ്റ്റെപ്പുകൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ 64 സെൻറ്റിമീറ്റർ ആൻഡ് വോളിയം 1280 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് സർഫസ് ഏരിയ അല്ലേ, സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ അറിയാൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2AL. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? എ വേണം, എൽ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എ അല്ലേ, എ ഡയറക്റ്റ് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ ബേസ് പെരിമീറ്റർ എന്നുണ്ട് അല്ലേ, അതായത് പാദത്തിന്റെ ചുറ്റളവ്, അതായത് 4A 4A 4 വക്കങ്ങളല്ലേ, 4 വശങ്ങൾ 4A 4A എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 64 സെൻറ്റിമീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 64/4 അല്ലേ, അതായത് എത്ര കിട്ടും നമുക്ക്? 16 സെൻറ്റിമീറ്റർ. അപ്പൊ എ കിട്ടി 16. ഇനി നോക്കിയേ, നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? എൽ വേണം അല്ലേ. എച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എൽ കണ്ടുപിടിക്കായിരുന്നു, ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എച്ച് ഒന്നും തന്നിട്ടില്ല, പകരം എന്താണ് തന്നിട്ടുള്ളത്? ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം? 1280 അത്രയും ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് വോളിയത്തിന്റെ ഇക്വേഷൻ? 1/3 A സ്ക്വയർ എച്ച്. അപ്പോൾ 1/3 A സ്ക്വയർ എച്ച് ആണ് 1280. ഇവിടെ നോക്കിയാൽ 1/3 എയുടെ വില നമുക്കറിയാം എത്രയാണ്? 16. അപ്പോൾ 1/3 × 16 സ്ക്വയർ ഇൻറ്റു എച്ച്. ഇതിൽ നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ പോണ്, എന്നിട്ട് വേണം നമുക്ക് എൽ കണ്ടുപിടിക്കാൻ. എത്രയാണ്? 1280. അപ്പോൾ ഇതിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? മറിച്ചിട്ട് ഗുണില്ലേ, ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മറിച്ചിട്ട് വ്യുൽക്രമം, അത് റെസിപ്രോക്കൽ മറിച്ചിട്ട് ഗുണിക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നോക്കി ഇങ്ങനെ ക്രോസ് അല്ലേ, അങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര വരും? ഇവിടെ മുകളിലേതാ 16 സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം 16 സ്ക്വയർ ഇൻറ്റു എച്ച് സീക്വലിംഗ്. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1280 × 3. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കണ്ട, ഇങ്ങനെ ക്രോസ് ചെയ്തു, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എച്ച് ഈക്വൽ ടു 1280 ഇൻറ്റു ഈ 3 മുകളിൽ പോകും അല്ലേ, മുകളിൽ പോകും ബൈ 16 × 16. അതായത് നമ്മൾ മറിച്ചിട്ട് അല്ലെ, വ്യുൽക്രമം കൊണ്ട് ഗുണിക്കും, റെസിപ്രോക്കൽ കൊണ്ട് അല്ലെ. അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതി ഒക്കെ ഇതിൽ തന്നെ എത്തും അവസാനം. അപ്പോൾ ഇവിടെ നോക്കിയാൽ എച്ച് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ കിടക്കുന്നത് അല്ലേ 1280 ഇൻറ്റു 3 ബൈ ഈ 16 അടിയിൽ പോകും അല്ലേ. 16 ഇൻറ്റു സ്ക്വയർ ആണ്, അതുകൊണ്ട് 16 × 16. ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അത് ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് തുടങ്ങാം അല്ലേ. ഇപ്പോൾ 16 2 പോകും, എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 12 2 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. പിന്നെ 8 4 പ്രാവശ്യം. പിന്നെ ഇവിടെ 0. അപ്പോൾ നമുക്ക് 640 കിട്ടി. ഇവിടെ നോക്കിയാൽ 8 ആണ്, ഇവിടെ 640 അല്ലേ. 8 × 8 64 അല്ലേ. അപ്പോൾ നോക്കിയാൽ 64 8 പ്രാവശ്യം പോയി 8. അപ്പോൾ ഇതിൽ നമുക്ക് 8നെ വെട്ടി. എത്ര 8 ഉണ്ട്? 64. 8 × 8 64 അല്ലേ. അപ്പോൾ 8 പ്രാവശ്യം, പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ നമുക്ക് 50 കിട്ടി. കണ്ട, അപ്പോൾ 50 × 3/16 കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ 16 അല്ലേ, ഇവിടെയും 8 പോകും, ഇവിടെ 8 പോകും. അപ്പോൾ നോക്കിയാൽ 16 എത്ര 8 ഉണ്ട്? 2 8 ഉണ്ട്. 80 എത്ര 8 ഉണ്ട്? 10 8 അല്ലേ. 10 8 50. ഇപ്പം നോക്കി നമുക്ക് 10 × 3/2 കിട്ടി അല്ലേ. ഇനി നമുക്ക് വീണ്ടും ഈ 2 10 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇനി മുകളിൽ ഏതുണ്ട്? 5 × 3 5 × 3 15. അടിയിൽ ആരെങ്കിലും ഉണ്ടോ? അടിയിൽ ആരും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എച്ച് കിട്ടി 15. അപ്പോൾ എച്ച് 15 സെൻറ്റിമീറ്റർ. നമുക്ക് ആരാ വേണ്ടത്? എല്ലാണ് വേണ്ടത് അല്ലേ. അപ്പം എച്ച് കിട്ടി, എ അറിയാം. ഇതിൽ നിന്ന് എൽ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എൽ സ്ക്വയർ സീക്വൽ ടു എന്ത് വരും?
എൽ സ്ക്വയർ കിട്ടണമെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ, എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ സീക്വൽ ടു റൂട്ട് എച്ച് 15ന്റെ സ്ക്വയർ പ്ലസ് എ ബൈ ടു അല്ലേ, എത്രയാണ് നമുക്ക് കിട്ടിയത് 16. അപ്പോൾ 16ന്റെ പകുതി 8, 8ന്റെ സ്ക്വയർ എന്ത് വരും, റൂട്ട് 15ന്റെ സ്ക്വയർ എത്രയാണ് 225 പ്ലസ് 8ന്റെ സ്ക്വയർ 8 8 64 അല്ലേ, അതായത് റൂട്ട് 289 അല്ലേ, 289 സീക്വൽ ടു എത്ര കിട്ടി 17 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എൽ സ്ക്വയർ അല്ല എൽ കേട്ടോ, എൽ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് റൂട്ട് വേണ്ട, എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ നമ്മൾ എല്ലാണ് കണ്ടത് അല്ലേ, എൽ ഈക്വൽ ടു റൂട്ട്. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കിട്ടി എത്ര 17 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ, ടോട്ടൽ സർഫസ് ഏരിയ സീക്വൽ ടു എ സ്ക്വയർ അല്ലേ, എ സ്ക്വയർ എത്രയാണ്, എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 16 സ്ക്വയർ പ്ലസ് 2 എൽ അല്ലേ, 2 ഇൻറ്റു എ 16 ഇൻറ്റു എൽ 17. ഇപ്പം എത്ര വരും 16ന്റെ സ്ക്വയർ എത്രയാണ് 256 പ്ലസ് 2 ഇൻറ്റു 16 എത്രയാണ് 32 ഇൻറ്റു 17 ഒന്ന് ഗുണിച്ച് നോക്കാം, 32 ഇൻറ്റു 17 ഒന്ന് ഗുണിച്ച് നോക്കാം, എത്ര കിട്ടും 544 അല്ലേ, 544. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും 6 4 10 10 0 വയ്ക്കുന്ന 1 5 6 2 8 അല്ലേ, അപ്പോൾ 800 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്, അതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺ ആണ്, അതായത് വൃത്തസ്തൂപിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.